ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാനൊരുങ്ങി ഇ.ഡി. ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പ് നൽകാനാകില്ലെന്ന റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള കാര്യകാരണങ്ങൾ വിശദീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വിദേശ പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്നാണ് ഇ.ഡിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അമൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്കാണ് സ്വർണ്ണ കവർച്ച കേസ് കടക്കുന്നത്. അതിന് തടയിടാനുള്ള നീക്കങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായി. എന്നാൽ അതിനെല്ലാം ചെറുത്ത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് നൽകുന്നതിനെ SIT അടക്കം എതിർത്തിരുന്നു. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി, റാന്നി മജിസ്ട്രേറ്റ് കോടതി നിലവിൽ SIT അന്വേഷിക്കുന്ന SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈമാറുന്നതിനെ എതിർക്കുകയും ചെയ്തു. എന്നാൽ ആ കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നൊരു ഉത്തരവ് ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയെ വീണ്ടും സമീപിക്കുമ്പോൾ കാര്യകാരണങ്ങൾ ബോധിപ്പിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമാണ് കോടതി മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്വർണ്ണ കവർച്ച കേസിൽ എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിശദമായി തന്നെയുള്ള ഒരു വാദം മജിസ്ട്രേറ്റ് കോടതിയിൽ നടത്താൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിദേശത്തെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. വിദേശത്ത് നിന്ന് പണം എത്താനും ഒപ്പം തന്നെ വിദേശത്തേക്ക് പണം തിരിച്ചു കൊണ്ടുപോകാനും എല്ലാമുള്ള ഒരു സാധ്യതയുണ്ട് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തുകയും അത് പണമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അത് കള്ളപ്പണ ഇടപാടാണ്. അതിൻ്റെ കൃത്യമായി തന്നെയുള്ള ഒരു അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുകയും ചെയ്യും. അങ്ങനെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന കാര്യം തന്നെയായിരിക്കും കോടതിയിൽ പ്രധാനമായും വ്യക്തമാക്കുക. ഇത് ED ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരമൊരു നടപടി ED നടത്തുക. കാരണം പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുള്ളത് ED ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. എന്തുകൊണ്ട് ED അന്വേഷണ സംഘത്തിന് ഇത് അന്വേഷിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിശദമായ ഒരു അന്വേഷണം ED ഇന്റലിജൻസ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുകളിലേക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കടക്കം അതിൻ്റെ കോപ്പികൾ കൈമാറുകയും ഡയറക്ടർ അടക്കമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ കോപ്പികൾ കൈമാറുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ED ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കള്ളപ്പണ ഇടപാട് അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും, സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയെല്ലാം അന്വേഷിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും. അതിനുശേഷം FIR ലഭിക്കുന്നതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം തന്നെ അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യും. അമൽ, ശരി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വിദേശ പണമിടപാടിൽ കേന്ദ്ര ഏജൻസികളും ഇടപെടുന്നു എന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേർന്നത്.